ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടൻറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ വേഗം പറഞ്ഞു പോവാം. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഗെയിമിലായിക്കോട്ടെ, ഏത് ഗെയിം ആയിക്കോട്ടെ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ആക്സിഡൻ്റ് ആവുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ആക്സിഡൻ്റ് ആകുമ്പോഴും നമ്മൾ ഗെയിം തന്നെ മടുക്കുന്ന ഒരു അവസ്ഥ വരിക. നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഗെയിമിന് മാത്രമേ പറയുള്ളൂ കേട്ടോ. അതുപോലെ ചില ഗെയിമിൽ ഡ്രൈവിങ് വരുന്നുണ്ട്, അപ്പോൾ അതിലും ഇതൊരു പ്രശ്നം. നമ്മളിപ്പോൾ ബസ്സിഡിൻ്റെ വീഡിയോസാണല്ലോ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ബസ്സിഡല്ല നമ്മുടെ മെയിൻ ഗെയിം. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാവും നമ്മൾ പറയുക. പക്ഷേ ഇതിലെ പറയുന്ന പോയിൻറ്റുകളൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ പോലും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒട്ടും സമയം വൈകിക്കുന്നില്ല, എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്തൊരു സംഭവം, ഇപ്പോൾ ഇന്നലെ നമ്മൾ ഓടിച്ച ഒരു റൂട്ട് കൂടെ നമ്മൾ ഇന്ന് ഓടിച്ച അതേ സെയിം സിറ്റുവേഷൻ ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വണ്ടികളും അതേപോലെ തന്നെയാണ്, സെയിം സിറ്റുവേഷൻ ആവണമെന്നില്ല, സെയിം വണ്ടികളാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ആക്സിഡൻസ് എന്നുള്ളത് നമ്മൾ കാരണം വരുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഫ്രണ്ടിലോ ബാക്കിലോ ആരെങ്കിലുമൊക്കെ എടുത്തു കൂടെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കും. അതപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കാരണം മാത്രമല്ല, ഒരു 20% ബാക്കിയുള്ളവരുടെ ഫോൾട്ട് കൊണ്ട് നമ്മുടെ വണ്ടി അപകടത്തിലാവുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പരിഹാരമായിട്ടൊന്നും ചെയ്യാനില്ല. ആകെയുള്ളൊരു പരിഹാരം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗെയിമിലൊന്നും അത് നടക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നതന്നെ വണ്ടി ഓടിക്കാനാണ്, പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കാതിരിക്കുക? അപ്പോൾ അതൊന്നും നടക്കണ പരിപാടിയല്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ ബാക്കിയുള്ള കാര്യം നമുക്ക് സോൾവ് ചെയ്യാവുന്നത് നമ്മൾ കാരണം ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ റോഡിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്പീഡിനനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചധികം സ്പീഡിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ. ഡിസ്റ്റൻസ് അകലം പാലിക്കണം കുറച്ചധികം. പക്ഷെ നമ്മൾ ആ ഒരു സ്പീഡിൻ്റെ പകുതിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഡിസ്റ്റൻസ് വേണ്ട. അപ്പോൾ ആ ഒരു സ്പീഡിനനുസരിച്ച് വേണം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അധികം ദൂരമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ നല്ല സ്പീഡ് ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് പോകാൻ. എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്തായിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാകും. അതായത് നമ്മൾ പെട്ടെന്ന് മുമ്പിലിരിക്കുന്ന ആൾ ചവിട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ ചവിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു പാടായിരിക്കും, നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവും. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു അപകടത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ഓവർടേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ആംബുലൻസൊക്കെ ആണെങ്കിൽ ആംബുലൻസിൻ്റെ പുറകെ കണ്ടില്ലേ ചീറിപ്പാഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വലിയൊരു അപകടത്തിന് കാരണമാണ്. കാരണം നമ്മൾ ആ ഒരു ചീറിപ്പാഞ്ഞ ആംബുലൻസ് ആയാലും എപ്പോൾ ആണെങ്കിലും നമുക്ക് ചവിട്ട് നിർത്താവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്കും ഇത് ആക്സിഡൻ്റ് ആവും. അപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ സ്പീഡിനനുസരിച്ച് വേണം എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് സ്പീഡ് കൺട്രോളിംഗ് ആണ്. നമ്മുടെ സ്പീഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് കേട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഒരു സ്പീഡ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഇപ്പോൾ നമ്മൾ സ്പീഡിൽ ഓടിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ചില സാഹചര്യം നമ്മൾ ഹൈവേ ആണ്, ഇപ്പോൾ 6 വരി പാതയൊക്കെ വന്നില്ലേ. അപ്പോൾ ഈ ഒരു ഹൈവേയിൽ നമുക്കിപ്പോൾ ഒരു 50, 100 അങ്ങനെയൊന്നും പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും സ്പീഡ് കൂട്ടുന്നുള്ള ഉറപ്പല്ലേ. അപ്പോൾ നമ്മൾ നല്ല സ്പീഡ് കൂട്ടും. പക്ഷേ നമ്മൾ ഈ ചെറിയ റോട്ടിലൊക്കെ അപകട സാധ്യതയുള്ള റോട്ടിലൊക്കെ, ഇപ്പോൾ അപകട സാധ്യതയുള്ള റോഡാണെന്നുള്ളത് ചിലതൊക്കെ നമുക്ക് അവിടെ സൈൻ ബോർഡായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലതിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ റോഡിനനുസരിച്ച് വേണം നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്പീഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ഓർമ്മിപ്പിക്കില്ല, അപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചാണ്. അപ്പോൾ ഈ സ്പീഡിൻ്റെ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സ്പീഡ് എന്നുള്ളത്. നമ്മളിപ്പോൾ പെട്ടെന്നൊന്നും ചവിട്ടിയൊക്കെ കിട്ടുകയൊന്നും ഇല്ല. നല്ല സ്പീഡിലാണെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത മുൻപിൽ കണ്ട. അപ്പോൾ അതാണ് നമ്മുടെ സ്പീഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി, ആ വണ്ടീനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഒരു വണ്ടി, അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, കാറോ ബസ്സോ എന്തും ആയിക്കോട്ടെ,
അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ഒറ്റ ചവിട്ടി ചവിട്ടിയാൽ നിൽക്കുമോ, എങ്ങനെയാണ് ബ്രേക്ക്, അതുപോലെ വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ, എൻജിൻ ആയിക്കോട്ടെ ബോഡി ആയിക്കോട്ടെ എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളൊരു വണ്ടി എടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ഈ ആക്സിഡൻസിൽ നിന്നൊക്കെ രക്ഷയുള്ളൂ. അത് നമ്മുടെ വണ്ടി നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ജെറ്റ് ബസ് തന്നെ എടുക്കുക, നമ്മുടെ ബസ്സിലെ ബസ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ നല്ല സ്പീഡ് പോവും, കാണാൻ നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്രേക്കിനെ കുറിച്ച് അറിയാലോ, ബ്രേക്ക് ചവിട്ടിയാൽ അപ്പുറത്ത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ ആ വണ്ടീനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആക്സിഡൻസൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ശ്രദ്ധിച്ചാലും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ സൈൻ ബോർഡുകൾ. ഇപ്പോൾ സൈൻ ബോർഡിൽ വെച്ചപ്പോൾ ചിലപ്പോൾ 40 കിലോമീറ്റർ സ്പീഡിലേ പോകാവൂ, അല്ലെങ്കിൽ 30 കിലോമീറ്റർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആരും അതൊന്നും നോക്കില്ല. പക്ഷേ അങ്ങനെ ആ ഒരു സ്ഥലത്ത് ബോർഡ് വെക്കുന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി നമ്മളങ്ങനെ ഓടിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ബോർഡിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സൈൻ ബോർഡുകളൊക്കെ നോക്കാതെ പോകുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗെയിമുകളിലായാലും ഇങ്ങനെ സൈൻ ബോർഡുകൾ ഉണ്ടാകും, പക്ഷേ ഇതൊന്നും ആരും നോക്കാറില്ല. അപ്പോൾ സിഗ്നലായാലും ചിലവരൊക്കെ കണ്ടില്ലേ സിഗ്നലിൽ തെറ്റിച്ച് പോകുന്നത്. അപ്പോൾ ഈ സിഗ്നലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സൈൻ ബോർഡുകളൊക്കെ കറക്റ്റായിട്ട് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ആ ഒരു സൈൻ ബോർഡ് അവിടെ നിൽക്കില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 20% ഒഴിച്ച് ബാക്കി 80% നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു അപകടത്തെ പറ്റി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപകടം കുറയ്ക്കാനായിട്ട് ഈ ഒരു 5 ടെക്നിക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും കാണാം.